അപ്പൊ ഇന്ന് ഫാബ്രിലോഗിൽ എന്താ ഒരു DJ നൈറ്റ് ആണ്. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു DJ റൂം സെറ്റ് ചെയ്യാന്നാണ് കൊടുക്കണം. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ സാധനത്തും പിന്നെ കുറെ മാലബൾബും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ ഒരു വീട്ടില് നമുക്ക് DJ റൂം സെറ്റ് ചെയ്യാം, അതാണ് നമ്മുടെ ഇന്ന് വീഡിയോയിൽ കാണിക്കണേ. അപ്പൊ നിങ്ങളൊന്ന് കണ്ടോക്ക്, ഞങ്ങൾ എങ്ങനെയാണ് സെറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നോക്കി നോക്ക്. 12 വോൾട്ടിന്റെ ബാറ്ററി, 2 ടോർച്ച്, പിന്നെ മാലബൾബ്, 2 എക്സ്റ്റൻഷൻ വയർ, ബോർഡ് 2 ഉണ്ട്, പിന്നെ ഇത് സെല്ലോ ടാപ്പും ഇൻസുലേഷൻ ടാപ്പും, പിന്നെ ചേസർ 6 ഇത് വരുന്ന ഒരു ചേസർ, പിന്നെ ഈ കുട്ടികളുടെ പാവാടയുടെ മേലെ ഉള്ള ഒരു ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനം. നമുക്ക് റിഫ്ലക്റ്റ് വേണ്ടിയിട്ടാണ്, ലൈറ്റ് റിഫ്ലക്റ്റ് വേണ്ടിയിട്ടാണ് ആവശ്യമുണ്ട്. കാണിച്ചിരുന്ന ലൈറ്റുകൾ LED-യുടെ ഒരു തരം ടൈപ്പാണ് നമ്മുടെ കടകളിൽ കിട്ടുന്ന, മാർക്കറ്റിൽ അവൈലബിൾ ആയ സാധനമാണ്. പിന്നെ സ്ട്രിപ്പ് LED സ്ട്രിപ്പ് ഉണ്ട്, പിന്നെ CD കണക്ട് ചെയ്ത LED, CD ഉണ്ട്, പിന്നെ ഒരു ബോർഡ് നമ്മളൊരു ഡിസ്കോ ചെയ്യാൻ വേണ്ടി എടുത്താണ്, അത് കാണിച്ചു തരാം. പിന്നെ വയറ്, ചെറിയ വയർ LED നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. മറ്റേത് നമ്മുടെ ആംപ്ലിഫയർ കണക്ട് ചെയ്യാനൊക്കെ. കുറച്ച് കുപ്പികൾ, ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുപ്പികൾ, ലൈറ്റൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുപ്പികളാണ്. പിന്നെ നമ്മുടെ കുന്തിരിക്കാൻ പോകാൻ വേണ്ടിയിട്ട് മെയിൻ സാധനം ആംപ്ലിഫയർ, പിന്നെ ഓക്സ് കേബിൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പെൻഡ്രൈവ് ആണെങ്കിൽ പെൻഡ്രൈവ് യൂസ് ചെയ്യാം. സ്പീക്കറുകൾ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തൊക്കെയാണ്. പിന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം. അവിടെ ഡിസ്കോയ്ക്ക് വേണ്ടിയിട്ട്, അപ്പോൾ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആ ചില്ലിങ് കഷ്ണങ്ങൾ പീസ് ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഫ്ലഷ് ഗമ്മില്ലേ, അത് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. നമ്മുടെ ഡിസ്കോ ബോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫാനുമേ ഒട്ടിച്ചെടുക്കാം. നല്ല ഉറപ്പിച്ചിട്ട് സെല്ലോ ടാപ്പും ഇൻസുലേഷൻ ടാപ്പും വെച്ചിട്ട് നല്ലോണം ഒട്ടിച്ചെടുക്കാം. ഒരു എക്സ്റ്റൻഷൻ ബോർഡ് വെച്ചിട്ട് അവിടെ നമ്മുടെ 6 സ്ലോട്ടുള്ള നമ്മുടെ ചേസർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നമ്മൾ 3 4 ലൈറ്റ് എനിക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ഒന്ന് ഇങ്ങനെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മാല ബൾബ്, അപ്പോൾ ഒരു ചെറിയൊരു നല്ലൊരു രസം ഉണ്ടാവും, അതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ മാല ബൾബിന്റെ മുകളിലൊക്കെ നമ്മൾ ഓരോരോ CD-കൾ കൊടുത്തിട്ടുണ്ട്. ആ ഓരോ ലൈറ്റും റിഫ്ലക്ട് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ അങ്ങനെ ചെയ്തെടുക്കണ ചെറിയ ചെറിയ ചില്ലറ പരിപാടികളാണ്. പിന്നെ നമ്മൾ പിന്നെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ചെറിയ ചെറിയ LED ബൾബുകളില്ലേ, ആ ബൾബൊക്കെ നമ്മുടെ ഓരോ കുപ്പികളിൽ നല്ല ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലിട്ടിട്ടുണ്ട്. അത് നമ്മൾ കണക്ഷൻ കൊടുത്തുറക്കുന്നത് ബാറ്ററി വഴിയാണ്. നമ്മുടെ ഒരു ബാറ്ററി നല്ലൊരു ബാറ്ററിയാണ്, അപ്പോൾ ആ ബാറ്ററി വഴി അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ മറ്റൊരു ഹൈലൈറ്റ്, ഇത് നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിച്ച ഒരു തരികിടപ്പന്നെയാണ്. നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സിന്റെ മുകളിലൊക്കെ ഉണ്ടാവണ ഓരോ ചില്ലിന്റെ ഓരോ ഇതുണ്ടാവും ഡെക്കറേഷൻ ചെയ്യാനുള്ളത്. ആ സാധനം മൊത്തം ഈ ബോളിന്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അടിയിൽ നിന്ന് നമ്മുടെ ഒരു ടോർച്ച് കൊണ്ട്, സ്പോട്ട് ടോർച്ച് കൊണ്ട് അതിലേക്ക് അടിക്കുമ്പോൾ നമ്മുടെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യും.
അതൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുപ്പിമ കറക്റ്റായിട്ട് നമ്മുടെ ലൈറ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുപ്പിമ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തതെന്ന് പറയുകയാണെങ്കിൽ പിന്നെ എന്താ ഈ രണ്ട് ഇതാണ്, ഒരു കുപ്പിയുടെ ഉള്ളിൽ ഒരു വാം ലൈറ്റും പിന്നെ അടുത്തതെന്ന് വെച്ചാൽ പിന്നെ ഇതിന്റെ മുകളിൽ സീഡിന്റെ മുകളിൽ ഒരു റെഡിന്റെ 2 ലൈറ്റ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ കണക്ഷൻ നേരെ പോയി കൊടുക്കുന്നത് നമ്മുടെ ആംപ്ലിഫയറിന്റെ സബിന്റെ സ്ലോട്ടിക്കാണ് കണ്ടത്. നമ്മൾ ആംപ്ലിഫയറിന്റെ ഇത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നേരെ സബിന്റെ സ്ലോട്ടിക്ക് കൊടുക്കും. ഇത് കൊടുക്കുമ്പോൾ സബിന്റെ ബീറ്റിനനുസരിച്ചിട്ടാവുക ഈ ലൈറ്റൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവുക. പിന്നെ കുറച്ച് മാല ബൾബ് ഒന്ന് നിലത്ത് വെറുതെ ഇട്ടിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ സ്മോക്ക് ചെയ്യുന്നുണ്ട്, അതായത് നമ്മുടെ കുന്തിരിക്കത്തിന്റെ പരിപാടിയാണ്. കുന്തിരിക്കം പുകച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കരിയൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള കരിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ. ഇനി ഇതിലേക്ക് നമ്മള് കുന്തിരിക്കം ഇട്ട് കൊടുക്കുന്നുണ്ടോ. ബാക്കി ഫുൾ വീഡിയോ നിങ്ങളൊന്ന് കണ്ടോ. എല്ലാവർക്കും ഞങ്ങളുടെ DJ പാർട്ടി ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഫാമിലി ഡോഗ്സിന്റെ വീഡിയോ